72 ദിവസം നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ അർജുനെ കണ്ടെത്തി. ഗംഗാവാലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് കണ്ടെത്തിയ ലോറി അർജുൻ്റേതാണെന്നും ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. അർജുന് എൻ്റെ മുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തു പറ്റിയാലും ഞാനുണ്ടെന്ന്. ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുന്നു. അവനെ അവൻ്റെ വീട്ടിലെത്തിക്കണം. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം. എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട, കണ്ണീരോടെ മനാഫ് പറഞ്ഞു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനം. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചു. ജിതിൻ പറഞ്ഞു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ തിരൂരിലുണ്ട്. ഗംഗാവാലിപ്പുഴയിൽ നിന്ന് ഉയർത്തിയ ലോറിയുടെ ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹഭാഗം പുറത്തെടുത്തു. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയ ശേഷമാണ് ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന മൃതദേഹഭാഗം പുറത്തെടുത്തത്. ലോറി ഉയർത്തിയ ക്രെയിന് ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചിരുന്നു. സുരക്ഷിതമായി ഇതിൽ നിന്ന് മൃതദേഹത്തിൻ്റെ ഭാഗം പുറത്തെത്തിക്കാനുള്ള ശ്രമം വിജയിക്കുകയായിരുന്നു. 2 മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ്. ജലോപരിതലത്തിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത്. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. അന്ന് രാവിലെ 8:45-നാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ജൂലൈ 23-ന് റഡാർ, സോണാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോകഭാഗത്തിൻ്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടി. ജൂലൈ 28-ന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. ഓഗസ്റ്റ് 14-ന് 2ാം ഘട്ട തെരച്ചിൽ തുടങ്ങി. ഓഗസ്റ്റ് 17-ന് ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തെരച്ചിൽ തുടരാനായില്ല. ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമവും നടന്നില്ല. ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും തെരച്ചിലിറങ്ങിയിരുന്നു. എന്നാൽ നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയായതിനാൽ തിരച്ചിൽ അസാധ്യമായി. മാത്രമല്ല ശക്തമായ അടിയൊഴുക്കും ഉണ്ടായിരുന്നു. അതിനാൽ അധികം ആഴത്തിലേക്ക് പോകാനായില്ല.